2019 ഇന്ത്യയുടെ ഊർജ്ജ ഉപഭോഗം ഇരട്ടിയാകുമെന്ന ആമുഖത്തോടെയാണ് പീയൂഷ് ഗോയൽ ഇന്ത്യൻ സാമ്പത്തിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തത്. ഈ വെല്ലുവിളി മറികടക്കാൻ $25,000 കോടി നിക്ഷേപം ആവശ്യമുണ്ട്. ഇതിൽ $10,000 കോടി പാരമ്പര്യേതര ഊർജ്ജ മേഖലയിൽ നിക്ഷേപിക്കണം. $5,000 കോടി ഒരു ദേശീയ ഗ്രിഡ് വികസിപ്പിക്കുന്നതിന് കണ്ടെത്തണം. 5-3 ഊർജ്ജോൽപാദനവും കൽക്കരിയിൽ നിന്നായിരിക്കെ കൽക്കരി ഖനനം ഊർജിതമാക്കണമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇതിനിടെയാണ് അമേരിക്കയും ഫ്രാൻസുമായി മുൻ UPA സർക്കാരുകളുണ്ടാക്കിയ കരാറുകളെ മുൾമുനയിൽ നിർത്തിയ ഗോയലിന്റെ പരാമർശം. I would still urge any nuclear experts in the room or who hear this that we are still looking at hearing what is the life cycle cost of nuclear energy. I have said this on more than one occasion in public forums, in private discussions with visiting teams, but I have yet to get a real feel of what would be a life cycle cost right up to decommissioning. അമേരിക്കയുടെ മാതൃകയിൽ കൽക്കരിക്ക് പ്രാമുഖ്യം നൽകി പാരമ്പര്യേതര ഊർജ്ജ മേഖലകളെ കൂടുതൽ വികസിപ്പിക്കാനാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യമെന്ന സൂചനയാണ് ഗോയലിന്റെ പരാമർശം നൽകുന്നത്. നിലവിൽ തന്നെ തൃശങ്കുവിലായ ആണവ കരാറുകളുടെ കാര്യത്തിൽ NDA സർക്കാർ തിരിഞ്ഞു നടക്കുകയാണെന്ന സൂചനയാണ് ഇന്ന് പീയൂഷ് ഗോയൽ സാമ്പത്തിക ഉച്ചകോടിയിൽ നൽകിയത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.